ഇപ്പം കേരളത്തിൽ വലിയ ചർച്ച ചെയ്തൊരു കേസാണ് വിസ്മയ കേസ്. കൊല്ലത്താണ് ആ കേസിൻ്റെ വിചാരണ നടന്നത്. ഞാൻ ആ വിചാരണ മുഴുവൻ കണ്ട ഒരാളാണ്. എന്തായിരുന്നു വിസ്മയ കേസ്? സ്ത്രീധന സംബന്ധമായ ബുദ്ധിമുട്ടിൻ്റെ പുറത്തൊരു പെൺകുട്ടി, മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടി ഭർതൃഗത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭർത്താവ് കിരൺകുമാർ കോടതി ശിക്ഷിച്ചു പോയി. സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പാന്ന് തോന്നുന്നു ആരൊക്കെയോ വീട് കയറി ആക്രമിച്ചു. അപ്പോൾ ആ വീഡിയോ ഞാനിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ആൾക്കാരിങ്ങനെ എഴുതുകയാണ്, ഇവന് അടി കൊടുക്കേണ്ടവനാണ്, കൊല്ലേണ്ടവനാണെന്നൊക്കെ പറയും. ഞാനതിലൊരു വ്യത്യസ്ത ആംഗിൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തായിരുന്നു ആ കേസെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ സ്വർണം ആവശ്യപ്പെടുന്നു, പിന്നെ വീണ്ടും ആവശ്യപ്പെടുന്നു, കാർ ആവശ്യപ്പെടുന്നു. അത് കൊടുക്കാൻ കഴിയാതെ മാനസിക സംഘർഷത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എനിക്കതിലൊരു വ്യത്യസ്തമായ ആംഗിളുള്ളത്, ഈ ഒറ്റ കേസോടുകൂടി കേരളത്തിലെ സ്ത്രീധനം നിന്നോ? ഇപ്പം ഈ ഒറ്റ കേസോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ആരും സ്ത്രീധനം വാങ്ങുന്നില്ലേ? ഇത് കിരണിന് മുമ്പും കിരണിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ലേ? ആൾക്കാർ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം നിങ്ങളൊരു ക്രൈം എടുത്ത് ഒരാളെ ശിക്ഷിപ്പിച്ചാൽ അതൊരു ക്രൈമാണെന്നും ആ ശിക്ഷയോടുകൂടി ആ ക്രൈം റേറ്റ് കുറയുകയും വേണമല്ലോ. അതിനാണല്ലോ നമ്മൾ ഇപ്പോൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുന്നത്. എന്തിനാണ്? റേപ്പ് കേസിൽ റേപ്പ് ഉണ്ടാവാൻ പാടില്ല, മോഷണം ഉണ്ടാവാൻ പാടില്ല. അതാണല്ലോ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീധന കേസുമായി ബന്ധപ്പെട്ട് കിരൺകുമാർ ശിക്ഷ കൊടുത്തു. കിരൺകുമാറിന് മുമ്പും ശേഷവും ഇത് നടക്കുകയല്ലേ? സിമ്പിൾ ചോദ്യം. ഇപ്പോൾ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ കേസ് അന്വേഷിച്ച കിരൺകുമാറിനെ ജയിലിലാക്കാൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മകളെ നല്ല രീതിയിൽ കെട്ടിക്കാൻ വേണ്ടിയല്ലേ? ഇപ്പം ഇതിന് വിധി പറഞ്ഞ ജഡ്ജ് എന്തിനാ അദ്ദേഹം കൂടുതൽ സമ്പാദിക്കുന്നത്? തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ലേ? സ്ത്രീധനം എന്നുള്ള രീതിയിലല്ല, അവൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ഈ ശിക്ഷയോടുകൂടി ക്രൈം കുറഞ്ഞോ? അല്ലെങ്കിൽ ഈ ക്രൈം അവസാനിച്ചോ? ഈ ക്രൈം ഇപ്പോൾ നടക്കുന്നില്ലേ? ഇന്നിപ്പോൾ സംസാരിക്കുന്ന മൊമെൻറ്റിൽ കേരളത്തിൽ നടക്കുന്ന കല്യാണം നമുക്കിപ്പോൾ എടുക്കാം. എല്ലാം ഇത് കൊടുത്തല്ലേ? കൊടുക്കൽ വാങ്ങലുകൾ ഉറപ്പിക്കുന്നില്ല, ഇപ്പോഴും പറഞ്ഞുറപ്പിക്കുന്നില്ല. ഇരുന്ന് സംസാരിച്ച് ഇപ്പോഴും മോൾക്ക് എന്ത് കൊടുക്കും, മോൻ എന്ത് കൊടുക്കുന്നു, ഇപ്പോഴും പറഞ്ഞുറപ്പിക്കുന്ന സൊസൈറ്റിയിൽ മൊമെൻറ്റ്സിലല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ആ ക്രൈം കൊണ്ട് കിരൺകുമാർ എന്നേക്കുമായി പ്രശ്നക്കാരനും കിരൺകുമാറെ ആക്രമിക്കുന്നവർ മുഴുവൻ വിശുദ്ധരുമാണെന്നാണോ സംസാരിക്കുന്നത്? അല്ല. ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, ആ കേസ് അന്നുണ്ടായ സമയത്ത് രാജൻ ബി ദേവിൻ്റെ മകൻ പ്രതിയായ ഒരു കേസ്, അതായത് ഈ വിസ്മയ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു ഭർതൃഗൃഹത്തിൽ. രാജൻ ബി ദേവിൻ്റെ മകനായിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായില്ലല്ലോ, മുൻകൂർ ജാമ്യം കൊടുത്തു. ഒരാളും ചർച്ച ചെയ്തിട്ടില്ലല്ലോ, ഒരാളും ആ വിഷയത്തിൽ വലിയ സംവാദം നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ വിസ്മയ മാത്രം എങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു? അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. വിസ്മയ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം, എനിക്കിപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വിസ്മയ മരണപ്പെട്ടതിന് ശേഷം ഇറങ്ങിയ കേരളത്തിലെ ഒരു സോ കോൾഡ് ആഴ്ചപ്പതിപ്പിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സ്വർണം മുഴുവനിട്ട് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഉള്ള ഒരു പിക്ചറാണ് കവർ പേജായി കേരളത്തിലൊരു മുഖചിത്രം വന്നത്. അത് പേര് ഞാൻ പറയുന്നില്ല. കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ചൂടപ്പം പോലെ ആ സാധനം വിറ്റഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നുണക്കുഴി, ചിരി മാഞ്ഞ മുഖം, നുണക്കുഴി മാഞ്ഞ മുഖം എന്നായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. അപ്പം നുണക്കുഴി, സ്വർണ്ണാഭരണ ഭൂഷിതയായ പെൺകുട്ടി, കാണാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോ കോൾഡ് സൗന്ദര്യത്തിൻ്റെ മുഖം, ഇതൊക്കെയായിരുന്നു ചർച്ച. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വൈകുന്നേരം ചർച്ച നടത്തി. ഒരു വീട്ടമ്മ എന്തൊരു സൗന്ദര്യ കൊച്ചിനെ കാണാൻ. അപ്പോൾ സൗന്ദര്യമായിരുന്നോ സൗന്ദര്യം ഉണ്ടായതുകൊണ്ടാണോ ആ വിഷയം ചർച്ച ചെയ്തത്? പ്രിയങ്കയ്ക്ക് ആ സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ? പ്രിയങ്ക എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഇരുണ്ട നിറമുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ മുഖം കാണിച്ചാൽ പ്രൈം ടൈം ചാനൽ ചർച്ചയ്ക്ക് അത് വിറ്റുപോകുമായിരുന്നില്ല. നമുക്കാൾക്കും പ്രിയങ്കയുടെ മുഖം ഓർമ്മ, ഇപ്പം എനിക്കോ അങ്ങേക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കും പ്രിയങ്കയുടെ മുഖം പോലും ഓർമ്മയില്ല. എന്തുകൊണ്ടാണ്? ഇതാണ്. അപ്പോൾ വിസ്മയ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സോ കോൾഡ് സൗന്ദര്യത്തിൽ പെട്ടതുകൊണ്ടായിരുന്നു വിസ്മയ്ക്ക് മാത്രം നീതി വേണമെന്ന് ആവശ്യപ്പെട്ട്. വിസ്മയ്ക്ക് മാത്രം മതിയായിരുന്നു നീതി. കേരളത്തിൽ ഈ സ്ത്രീധന സംബന്ധമായി വിസ്മയയ്ക്ക് തൊട്ട് മുമ്പും വിസ്മയയ്ക്ക് തൊട്ട് ശേഷവും സ്ത്രീധന സംബന്ധമായി ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടുണ്ടോ? വിസ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോടതി വരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നു, സ്പെഷ്യൽ അന്വേഷണം നടക്കുന്നു. വളരെ വേഗത്തിൽ കോടതി പ്രതിക്ക് ജാമ്യം പോലും കൊടുക്കാതെ വിചാരണ കാലയളവിൽ അല്ലെങ്കിൽ റിമാൻഡ് കാലയളവിൽ തന്നെ വിചാരണ നടത്തി ശിക്ഷിപ്പിച്ചകത്ത് വിടുന്നു. ഈ കേസ് മാത്രമേ കേരളത്തിൽ സ്ത്രീധന സംബന്ധമായിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല.
സോ നിങ്ങൾക്കൊരു താല്പര്യം ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് നീതി, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മാത്രം നീതി. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടു. അതിക്രൂരമായ അതിശോചനീയമായ സാഹചര്യമാണല്ലേ. ഞാനതിൽ കാണുന്ന എൻ്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരാളെ കൊല്ലണമെങ്കിൽ നേരിട്ട് കുത്തിക്കൊല്ലാം, അല്ലെങ്കിൽ നമുക്കൊരു നേരിട്ട് ആക്രമിക്കാം. പക്ഷെ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ നീചമായൊരു കുറ്റകൃത്യം ചെയ്യാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുക. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് ആര് കൊടുത്തു എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ അത് ആ പ്രതിക്ക് നേരിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. അത് ആരോട് ചെയ്യിപ്പിച്ചാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോടതി വിധി വെറുതെ വിട്ടതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ നടിക്ക് മാത്രം മതിയായിരുന്നോ നീതി? എനിക്കിപ്പോഴും അറിയാം, കേരളത്തിൽ അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അക്രമികളാൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട കേസിൽ മധുവിൻ്റെ അമ്മയും മധുവിൻ്റെ സഹോദരിയും നിരവധി തവണ സർക്കാരിനോട് അപേക്ഷ കൊടുത്തിട്ട് പോലും ആദ്യത്തെ 6 മാസം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻ്റ് ചെയ്ത് കൊടുത്തില്ല ഈ സർക്കാർ. അവസാനം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോയിൻ്റ് കൊടുത്തു. അയാൾക്ക് കാറ് കൊടുത്തില്ല, വീട് കൊടുത്തില്ല, അയാൾ കളഞ്ഞിട്ട് പോയി. അവസാനം ഈ അന്വേഷണം എങ്ങും എത്തുന്നില്ല. എല്ലാ പ്രതികൾക്കും ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി. പ്രതികൾ ഏതാണ്ട് 13 പേരുണ്ട്. 13 പേരും നിലവിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട മെമ്പർമാരായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഭീകരത എന്താ അറിയോ? ആ കേസിൽ ഒരു സാക്ഷി പോലും, അതിൻ്റെ അന്വേഷണം ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഒരു സാക്ഷി പോലും മധുവിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നില്ല. മധു ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണല്ലോ. മധുവിൻ്റെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും പോലീസിൻ്റെ സാക്ഷിയായിരുന്നില്ല. സാക്ഷികളെല്ലാവരും സോക്കോൾഡ് കമ്മ്യൂണിറ്റിപ്പെട്ടവരായിരുന്നു. അവരെല്ലാവരും കൂറുമാറി കോടതിയിൽ വന്ന്. അവരെല്ലാം മധുവിന് നീതി കിട്ടണം, അല്ലെ അവരെ പോലൊരു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ചെറുപ്പക്കാരൻ നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചല്ല മൊഴി പറഞ്ഞത്. കൂട്ടത്തോടെ മൊഴി മാറി. അവസാനം വെച്ച പ്രോസിക്യൂട്ടർ തന്നെ ഒഴിഞ്ഞുപോയി. ഞാൻ ആ വിഷയം അട്ടപ്പാടി പോയി പഠിച്ച ആളാണ്. മധുവിൻ്റെ പെങ്ങളെയും അമ്മയും കണ്ട ആളാണ്. സമരസമിതിയുമായി ചർച്ച ചെയ്ത ആളാണ്. അതിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ വേണ്ടി എൻ്റെ പേര് സർക്കാരിലേക്ക് പോയതുമാണ്. അവസാനം വെച്ചത് ആ കേസിൽ, അത് ഒരു ഭയങ്കര രസമാണ്. ആ കേസിൽ അവസാനം വിചാരണ ചെയ്യാൻ വേണ്ടി ആ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻ്റ് ചെയ്തത് ഒരു BJP അനുഭാവിയായിട്ടുള്ള ഒരു വക്കീലിനെയാണ്. കൊല്ലത്തുള്ള ഒരു സീനിയർ മോസ്റ്റ് ലോയറാണ്, ഞാൻ റെസ്പെക്ട് ചെയ്തൊരു ലോയറാണ്. അദ്ദേഹം BJP അനുഭാവിയായിരുന്നു. സംസ്ഥാന സർക്കാർ വെച്ചു കൊടുത്തത്. അദ്ദേഹം പകുതിക്ക് വെച്ച് അദ്ദേഹം അത് കളഞ്ഞിട്ട് പോയി. മറ്റൊരു അദ്ദേഹം ജൂനിയറാണ് ആ കേസ് തീർത്തത്. എത്ര പ്രതികളെ ശിക്ഷിച്ചു? 5-6 പ്രതികളെ ശിക്ഷിച്ചു. ബാക്കിയുള്ളവർക്ക് വെറുതെ വിട്ടു. ഇപ്പോഴും അത് ഹൈക്കോടതി പോയ ആ കേസ് മൊത്തത്തിൽ അത് നശിച്ചു പോകും. കാരണം അതിൻ്റെ ചാർജും കുറ്റപത്രവും ഒന്നും ശരിയല്ല. മധുവിന് നീതി വേണ്ടേ? അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു സംഘബലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്കറിയാം അതിജീവിത, ഇപ്പോൾ കേരളത്തിലുടനീളം നമ്മുടെ ഈ നടിയുമായി ബന്ധപ്പെട്ട കേസിൽ വിട്ടുവന്ന സമയത്ത് ഒരുപാട് പേര് അതിജീവിത എന്നും പറഞ്ഞ് സമരം നടത്തി, അല്ലേ? അപ്പം സാധാരണക്കാരായ പെൺകുട്ടികൾ അല്ലെങ്കിൽ എത്രയോ പേർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്, അല്ലെ? അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടോ? അപ്പം നിങ്ങൾക്കൊരു അടിസ്ഥാനപരമായി ഒരു സംഘബലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സോക്കോൾഡ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഏതെങ്കിലുമൊക്കെ ചാനൽ, നിങ്ങളുടെ പദവിയും പത്രാസും കണ്ട് ചാനൽ സംസാരിക്കണം, നിങ്ങൾക്ക് മാത്രം നീതി, അല്ലാത്തവർക്ക് നീതിയില്ല. അപ്പം നമ്മൾ ഓരോ കേസിലും, വിസ്മയുടെ കേസ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്. വിസ്മയുടെ കേസിൽ സ്ത്രീധന സംബന്ധമായ ഒരു ഒഫൻസാണ് നടന്നതെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും സ്ത്രീധനം നിർത്തണം. അത് നടക്കുന്നില്ല. ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ നീതി കിട്ടുന്നതിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും സ്പെഷ്യൽ കോടതിയെയും സ്പെഷ്യൽ ജഡ്ജിനെയും നിങ്ങളൊരു കേസിൽ കൊടുത്തെങ്കിൽ ഈ നാട്ടിൽ സമാനമായി ആക്രമിക്കപ്പെടുന്ന എല്ലാവർക്കും അത് കൊടുക്കണം. അപ്പം ചിലർക്ക് മാത്രം, അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് മാത്രം ഈ സ്പെഷ്യൽ പ്രിവിലേജ് വരുന്നത്, ഈ സിസ്റ്റത്തെ നമ്മൾ അങ്ങേയറ്റം, സിസ്റ്റം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വക്കീൽ എന്ന നിലയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വിധികളിൽ കോടതികൾ വളരെ വേഗത്തിൽ ഇടപെടുന്നു, ചില കേസുകൾ വളരെ വേഗത്തിൽ കേൾക്കുന്നു. സുപ്രീം കോടതിയൊക്കെ രാത്രികാലങ്ങളിൽ ഇരുന്ന് ചില കേസുകൾ കേൾക്കുന്നു. ചില കേസുകൾക്ക് ഒരു പ്രയോറിറ്റി 5, 6, 7 വർഷം കോടതിക്ക് കേസ് കൊടുത്തിട്ട് ആ കോടതികൾക്ക് വിധി വരുന്നില്ല എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമാണ്. അപ്പം എന്താ പറയുക, യഥാർത്ഥത്തിൽ അതിജീവിക്കുന്ന മനുഷ്യരെ, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് അതിജീവിക്കുന്ന മനുഷ്യരെ ഒന്നും നമ്മൾ കാണാതെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചില മനുഷ്യർ അവരാണ് അതിജീവിത എന്ന് പറയുന്നതിനോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ് ആ വിഷയത്തിലുള്ള എൻ്റെ ടേക്ക്.